നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ടെർമക്സ് എമുലേറ്ററിൽ യൂസ് ചെയ്യുന്ന സെഡ്ഫിഷർ എന്ന ടൂളിനെ കുറിച്ചിട്ടാണ്. ഹാക്കേഴ്സ് അല്ലെങ്കിൽ സ്കാമേഴ്സ്, സ്പാമേഴ്സ് അവരൊക്കെ യൂസ് ചെയ്യുന്ന ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടൂളാണ് സെഡ്ഫിഷർ. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഹാക്കേഴ്സ് നമ്മളുടെ ക്രെഡൻഷ്യൽ ഡാറ്റ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ക്രെഡൻഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെഡ്ഫിഷർ എന്ന് പറയുന്ന ഒരു ടൂളിൻ്റെ ആവശ്യം നമുക്കിവിടെ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഗിറ്റ് ഹബ് എന്ന ഒരു വെബ്സൈറ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. നമുക്ക് സെഡ്ഫിഷർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗിറ്റ് ക്ലോൺ, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണും, ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ശേഷം എൻ്റർ കൊടുക്കുക. ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഓൾറെഡി എക്സിസ്റ്റ്, ഇറ്റ്സ് നോട്ട് എൻ എംപ്റ്റി ഡയറക്ടറി എന്ന് കാണിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം LS, ലിസ്റ്റ് ഔട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. LS കൊടുക്കുക. CD സെഡ്ഫിഷർ. LS കൊടുക്കുക. ശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബാഷ് സ്ക്രിപ്റ്റാണ്. ബാഷ് സെഡ്ഫിഷർ .sh കൊടുക്കുക. ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്യാണ്. ശേഷം നമുക്കൊരു 4 ഓപ്ഷൻ ഇവിടെ വന്നിട്ട് കാണാൻ സാധിക്കും. ഇവിടെ 1000 ഫോളോവേഴ്സ് ലോഗിൻ പേജാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തു. ശേഷം നമുക്ക് വേണ്ട ഏതാണ് ഹോസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. ലോക്കൽ ഹോസ്റ്റ് വേണോ, ക്ലൗഡ് ഫെയർഡ് വേണോ, ലോക്കൽ എക്സ്പോസ് വേണോ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ലോക്കൽ ഹോസ്റ്റാണ്. ഒന്ന് കൊടുത്തു. കസ്റ്റം പോർട്ട് ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്നത്, നോ കൊടുക്കുക. ഈ ഒരു ലിങ്കാണ് വിക്ടിമിന് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ആ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോമിൽ പേസ്റ്റ് ചെയ്യാണ്. ആ ഒരു ലിങ്ക് നമ്മൾ വിക്ടിമിൻ്റെ ഫോണിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഫ്രീ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ട്രയൽ എന്ന് പറഞ്ഞിട്ട്. സബ്മിറ്റ് കൊടുക്കുകയാണ്. നമുക്കിനി ടെർമക്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും അക്കൗണ്ട്, പാസ്വേഡ്. ഇങ്ങനെയാണ് ഈ ക്രെഡൻഷ്യൽ ഡാറ്റാസ് ഫിഷിംഗ് വഴി അവർ കളക്ട് ചെയ്യുന്നത്. അതുപോലെ വിക്ടിമിൻ്റെ IP അഡ്രസ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിനൊക്കെ നമുക്ക് ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ മൊബൈലിലെ ഇമെയിലും അതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഓണാക്കി വെക്കുക. അതുപോലെ തന്നെ സ്പാം ആയിട്ടുള്ള മെസ്സേജസ്, അതുപോലെ സ്പാം ആയിട്ടുള്ള ഇമെയിൽ ഇതിലൊന്നും കയറാതിരിക്കുക. ഏത് ഇമെയിലാണെങ്കിലും മെസ്സേജിലാണെങ്കിലും കയറുന്ന സമയത്തും ഡൊമൈൻ അല്ലെങ്കിൽ ഹോസ്റ്റ് നെയിം ഒന്ന് ചെക്ക് ചെയ്യുക. ഫേക്ക് ആയിട്ടുള്ളതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ കയറാൻ പാടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.